റീജൻ എന്നായിരുന്നു ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 5ന്റെ പേര്. ഈ റീജൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജാവിന് എന്തെങ്കിലും അസുഖം ഉണ്ടാവുകയോ അല്ലെങ്കിൽ അതിൽ ഭരിക്കുന്ന രാജാവ് ഏറ്റവും അധികം പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ രാജാവിന് പകരം ആരാണോ രാജ്യഭരണം നടത്തുക ആ ആളെയാണ് റീജൻ എന്ന് പറയുന്നത്. ഗെയിം ഓഫ് ത്രോൺസിലും നമ്മൾ പല പല റീജൻസിനെ കണ്ടിട്ടുണ്ട്. കിങ്സ് ലാൻഡിങ്ങിൽ ഓൾറെഡി ഉള്ള രാജാവ് ചെറിയ കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ രാജാവ് മരിക്കുകയോ അല്ലെങ്കിൽ രാജാവിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യുന്ന സമയത്ത് രാജാവിന് പകരം നെഡ് സ്റ്റാർക്ക് ഭരിക്കുന്നതും സെർസി ലാനിസ്റ്റർ ഭരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഇപ്പോ ഈ ഹൗസ് ഓഫ് ദ ഡ്രാഗൺസിലെ ഇവന്റ്സിൽ എയ്ഗോൺ ടാർഗറിയൻ എന്ന ഇപ്പോഴത്തെ അവിടുത്തെ കിങ്സ് ലാൻഡിങ്ങിലെ രാജാവിന് ഇൻജോർഡ് ആയി കഴിഞ്ഞ റൂക്സ് റെസ്റ്റിലെ ബാറ്റിൽ വെച്ച് സോ ആൾക്ക് പകരം ആരാണ് താൽക്കാലികമായി രാജ്യഭരണം നടത്താൻ പോകുന്നത് എന്നതിനെ ബേസ് ചെയ്താണ് ഈ ഒരു എപ്പിസോഡ് മുഴുവൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിന് ഇവരുടെ ടൈറ്റിൽ കൊടുക്കാൻ കാരണം. ആൻഡ് എപ്പിസോഡ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു എലിസൺ ഹൈറ്റവർ ആയിരിക്കും അടുത്ത റീജൻ എന്ന് വിചാരിച്ചപ്പോൾ എയ്മൺ ടാർഗറിയൻ ആയിരിക്കും ഇനി വരാനിരിക്കുന്ന കിങ് റീജൻ. സോ എയ്ഗൺ എപ്പോഴാണോ തിരിച്ച് റിക്കവർ ആയി വരിക അതുവരെ ഇനി എയ്മണ്ട് ആയിരിക്കും ഭരിക്കുക. അതിനെ ബേസ് ചെയ്താണ് ഈ ഒരു എപ്പിസോഡ് ടൈറ്റിൽ. ആൻഡ് എപ്പിസോഡ് തുടങ്ങുമ്പോൾ ഇതിലെ ടൈറ്റിൽ ഇൻട്രോയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട അതേ തന്നെയാണ്. പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിലൊക്കെ ആയിരിക്കും കഴിഞ്ഞ ആ റൂക്സ് റെസ്റ്റിലെ ബാറ്റിലെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ കാണിക്കാൻ പോകുന്നുണ്ടാവുക. ആൻഡ് അതിന്റെ ആഫ്റ്റർ മാത്ത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ എപ്പിസോഡ് തുടങ്ങുന്നത്. ഹൈറ്റൈറ്റ്സിലുള്ള വലേറിയൻ ഫാമിലി ആയിരുന്നു ഇതിന്റെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ കാണിച്ചത്. ഓൾറെഡി റെയ്നിസ് കഴിഞ്ഞ ഒരു ബാറ്റിൽ മരിച്ചിരുന്നു. സോ റെയ്നിസിന്റെ മരണ വിവരം ബ്ലാക്സിനെ എങ്ങനെയൊക്കെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇനീഷ്യൽ സീക്വൻസുകളിൽ കാണിച്ചത്. പ്രത്യേകിച്ച് കോറിസ് വലേറിയൻ സഫർ ചെയ്യുന്നുണ്ട്, ആളുടെ വൈഫാണ് മരിച്ചത്. ദെൻ റെനേറെ ടാർഗറിയൻ താൻ മരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ റെയ്നിസ് മരിച്ചത്, അതും തനിക്ക് വേണ്ടിയിട്ട് എന്നുള്ള ഇവരുടെ സഫറിങ്സും. അതിനുശേഷം കിങ്സ് ലാൻഡിങ്ങിലെ ഇപ്പോഴത്തെ അവസ്ഥയും വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗള്ളറ്റിലുള്ള ഒരു വലിയ ബ്ലോക്കേഡ് കാരണം ഇപ്പോൾ സീ റൂട്ടോ അല്ലെങ്കിൽ ട്രേഡ് ഒന്നും തന്നെ നടക്കുന്നില്ല കിങ്സ് ലാൻഡിങ്ങിലേക്ക്. സോ കിങ്സ് ലാൻഡിങ്ങിലുള്ള ആൾക്കാർ മുഴുവൻ സഫർ ചെയ്യാണ്. ഇത് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തായിട്ടും പറയുന്നുണ്ട്. കാരണം ഈ വലിയ ടാർഗറിയൻ ഫാമിലീസ് തമ്മിലുള്ള വലിയ വലിയ യുദ്ധങ്ങളാണ് നടക്കുന്നതെങ്കിലും ഏറ്റവും കൂടുതൽ ഈ യുദ്ധം കാരണം അഫക്റ്റ് ആവുന്നത് സ്മോൾ ഫോക്സ് ആണ് അല്ലെങ്കിൽ സാധാരണ ആൾക്കാരാണ്. അതിപ്പോൾ ഇതിന്നല്ല ഗെയിം ഓഫ് ത്രോൺസിലും ഇവന്റ്സിലും അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഹൗസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഈ ഒരു സീരീസിലാണ് ആ ഒരു കാര്യത്തെ കുറച്ചും കൂടി കൂടുതലായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കാണിക്കുന്നത്. ഈ കാര്യം അഫക്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നതും കൂടി ഇനി വരും എപ്പിസോഡുകളിൽ നമ്മൾ കാണും. സോ നല്ലൊരു പക്കയായിട്ടാണ് ഈ കാര്യങ്ങൾ ഇവർ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് സ്മോൾ ഫോക്സിന്റെ കാര്യം കൂടി, അല്ലാതെ മെയിൻ ആയിട്ട് നമ്മൾ കാണുന്ന ബ്ലാക്സിനെയും ഗ്രീൻസിനെയും മാത്രം ഫോക്കസ് ചെയ്യാതെ ഡാൻസ് ഓഫ് ദ ഡ്രാഗൺ എന്ന ഒരു ഇവന്റ് എങ്ങനെ സാധാരണക്കാരെ അഫക്ട് ചെയ്യുന്നതും വ്യക്തമായിട്ട് ഇവിടെ കാണിക്കാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ റൂക്സ് റെസ്റ്റിൽ വീണ മെയിലിസിന്റെ തലയർത്ത് കൊണ്ടുവരുന്നുണ്ട്. സോ കിങ്സ് ലാൻഡിങ്ങിൽ ഉള്ളവർക്കൊക്കെ ഒരു പ്രൗഡ് മൊമെന്റ് കിട്ടാനോ അല്ലെങ്കിൽ വാറിൽ ഗ്രീൻസ് ആണ് കൂടുതൽ പ്രോഗ്രസ് ചെയ്യുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ കോൾ നടത്തിയ ഷോ ആയിരുന്നു. പക്ഷെ അത് നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. കാരണം സ്മോൾ ഫോക്സ് ഒക്കെ വിചാരിക്കുന്നത് ഇതൊരു ഭയങ്കര ഇല്ലോമൻ ആണ്. ഈ ഡ്രാഗൺസിനൊക്കെ തന്നെ ദൈവങ്ങൾക്ക് തുല്യമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. കാരണം ആകാശത്ത് കൂടെ പറക്കുന്ന ഒരു വലിയ ബീസ്റ്റ് അതുങ്ങളെ ഇതുവരെ അവർ കൊന്നു കണ്ടിട്ടില്ല. ഇവൻ ആദ്യമായിട്ട് നമ്മുടെ എയ്ഗോൺ ടാർഗറിയൻ വന്ന് വെസ്റ്ററോസ് കീഴടക്കിയതിനു ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ഇത്രയും റെയിനിൽ ഈ ഡ്രാഗൺസ് തമ്മിൽ ഫൈറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡ്രാഗൺ ഇവരുടെ കൺമുമ്പിൽ വെച്ച് വീഴുക ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കിങ്സ് ലാൻഡിങ്ങിൽ ഒരു പക്ഷേ ആകെ വീണിട്ടുള്ള ഡ്രാഗൺ റെയിനിസിന്റെ മെറാക്സിസ് ആയിരിക്കും. അത് ഡോണിലാണ്. സോ ഡോണിലുള്ള ആൾക്കാർ ഒരു പക്ഷേ കണ്ടിട്ടുണ്ടാവും. എങ്കിലും കിങ്സ് ലാൻഡിങ്ങിലുള്ളവർ ഇങ്ങനൊരു കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഒരു ഡ്രാഗണിന്റെ തല, അതും ജീവനുള്ള ഡ്രാഗണിന്റെ തല അറുത്തെടുത്ത് കൊണ്ടുവരുന്നത്. സോ ഇത് ഗ്രീൻസിന്റെ സപ്പോർട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടി ഇവർ ചെയ്തതാണെങ്കിലും ഇവർക്ക് നേരെ കൗണ്ടറാക്ട് ചെയ്ത് ബ്ലാക്സിനാണ് ഈ കാരണം കൊണ്ട് സപ്പോർട്ട് കൂടുതൽ കിട്ടിയത്. ആൻഡ് ഈ ഒരു കാര്യം കാണുന്ന ഹ്യൂ ഹാമർ എന്നൊരു ക്യാരക്ടറിനോട് പ്രത്യേകം കാണിക്കുന്നുണ്ട്. ആൾ ഇതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഇതേ സമയം ഇതൊക്കെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എലിസന്റിനും എയ്മണ്ടിനും കാണിക്കുന്നുണ്ട്. ആൻഡ് എയ്മണ്ടിന്റെ കയ്യിലുള്ള ഡാഗ് അത് പണ്ട് എലിസന്റ് എയ്ഗോണ് കൊടുത്ത സാധനമാണ്. സോ അതെങ്ങനെ ആളുടെ കയ്യിലെത്തി എന്ന് പറയുമ്പോൾ തന്നെ സിംബോളിക് ആയിട്ട് എയ്മണ്ടിന്റെ കാഴ്ചപ്പാട് എങ്ങോട്ടാണ്, ആൾ എങ്ങോട്ടാണ് പോകുന്നത് വ്യക്തമായിട്ട് എലിസന്റിന് ഇപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് എലിസന്റിന്റെ ആ ഒരു നോട്ടം വളരെ വ്യക്തമാണ്. തനിക്കുണ്ടായ മോൻ തന്നെയാണ്. പക്ഷെ ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആലോചിച്ചിട്ട് പോലും ആ ഒരു ക്യാരക്ടർ പിടുത്തം കിട്ടാത്ത രീതിയിലുള്ള ഒരു നോട്ടാണത്. ആൻഡ് അവർ എയ്ഗോന്റെ ബോഡി കൊണ്ടുവരുന്നുണ്ട്. ആ വഴി ഹെലേനയും കാണിച്ചു തരുന്നുണ്ട്. ഹെലേന പക്ഷെ ഇതിലൊന്നും തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഹെലേനയുടെ മകൻ മരിച്ച സമയത്ത് എയ്ഗോൺ ഒരു തരി പോലും തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സോ ആ ഒരു ക്യാരക്ടറിന് വലിയ സോഫ്റ്റ് കോർണർ ഒന്നും തന്നെ ഇല്ല. ആൻഡ് ഓൾസോ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് ആ ഒരു ക്യാരക്ടർ ഒരു ഡ്രീമർ ക്യാരക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടർ ഇത് പ്രഡിക്ട് ചെയ്തിട്ടുണ്ടാവും, ഇത് ഡ്രീം ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നു എന്ന് ഓൾറെഡി അറിഞ്ഞ ഒരാൾക്ക് വലിയ എക്സാഗ്രേറ്റഡ് ആയിട്ട് ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ആൻഡ് എയ്ഗോന്റെ ബോഡി നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വളരെയധികം ബേൺഡ് ആയ ഒരു ബോഡിയാണ്. ബുക്സിൽ പറയുന്നതനുസരിച്ച് ആ ഒരു വലേറിയൻ സ്റ്റീലുള്ള ആർമർ ആയിരുന്നു എയ്ഗോൺ ധരിച്ചിരുന്നത്. ആ ആർമർ മുഴുവൻ ഈ ഒരു ഡ്രാഗൺ ബ്രീത്ത് കൊണ്ട് സ്കിന്നിൽ ഒട്ടിപ്പിടിച്ച ഒരു അവസ്ഥയിലായിരുന്നു. ആൻഡ് അത് തന്നെയാണ് ഇവർ മെല്ലെ മെല്ലെ പറിച്ചെടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ആ ഒരു ക്യാരക്ടർ ജീവനുണ്ട്, മെല്ലെ മെല്ലെ റിക്കവർ ചെയ്ത് വരികയാണ്. ആൻഡ് ഈ ഒരു കാര്യം എലിസന്റ് ക്രിസ്ത്യൻ കോളിനോട് ചോദിക്കാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ന്യൂട്രൽ പോയിന്റിൽ ക്രിസ്ത്യൻ കോൾ നിൽക്കുന്നതും ലേറ്റർ ഓൺ ഹൈ ടേബിളിൽ വെച്ച് ആ ഒരു ക്യാരക്ടർ കാല് മാറുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. കാരണം കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാന സീക്വൻസിൽ ക്രിസ്ത്യൻ കോൾ നേരിട്ട് കണ്ട ആ ഒരു കാര്യം ആൾക്ക് തുറന്നു പറയാനേ പറ്റില്ല. അത് ആളുടെ മാത്രം പെർസ്പെക്റ്റീവിലുള്ള ഒരു സംഭവമായിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത്. എയ്മൺ എന്താണ് ചെയ്യാൻ പോയത് എന്ന് ക്രിസ്ത്യൻ കോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നൊരു മോഡിലായിരുന്നു അവിടെ അവസാനിപ്പിച്ചത്. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ ബ്ലാക്സിന്റെ കൗൺസിലേക്ക് വന്നാൽ അവിടെ റെനേറയുടെ പവർ മുഴുവൻ കംപ്ലീറ്റ്ലി കയ്യിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. തനിക്ക് പോകാനും ബാക്കിയുള്ളവരൊക്കെ തന്നെ ഇപ്പോഴും റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതിൽ നല്ലോണം ആ ഒരു ക്യാരക്ടർ സഫർ ആവുന്നതും നമ്മൾ കാണിക്കുന്നുണ്ട്. ദെൻ ഹാരൻ ഹെല്ലിലേക്ക് പോയാൽ അവിടെ ഇപ്പോഴും ഡെയ്മൺ ഹാരൻ ഹെല്ലിന് തൊട്ടടുത്തുള്ള മറ്റു ഫാമിലീസിലൊക്കെ തന്നെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ രണ്ടാമത്തെ എപ്പിസോഡിലെ ബാറ്റിൽ അറ്റ് ദി ബേണിംഗ് മിൽ എന്ന ഒരു വലിയ ഇവന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത രണ്ട് ഫാമിലീസ്
നമ്മൾ ഓൾറെഡി കണ്ടു, ബ്രാക്കൻസും ബ്ലാക്ക്വുഡ്സും. സോ ഹാരൻഹെല്ലിന് അടുത്ത് തന്നെയുള്ള പഴയ 2 ഫാമിലീസ് ആണ്, സ്ഥിരം ഇവർ തമ്മിൽ അടിയാണെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിരുന്നു. ആൻഡ് ഇവർ രണ്ടുപേരും കൂടി ഒന്നിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരെയും ബ്ലാക്സിന്റെ സൈഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെയ്മണ്ട് ശ്രമങ്ങളാണ് ആദ്യം നമുക്ക് കാണിച്ചു തന്നത്. സോ ബ്ലാക്ക്വുഡ്സ് ഓൾറെഡി ഡെയ്മണ്ട് സൈഡാണെങ്കിൽ ബ്ലാക്സിന്റെ സൈഡാണ്. പക്ഷെ ബ്രാക്കൻസ് ഒരു തരത്തിലും അടുക്കുന്നില്ലായിരുന്നു. അവർ മുഴുവൻ ഗ്രീൻസിന്റെ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. പക്ഷെ അവരെ ബലം പിടിച്ച് തങ്ങളുടെ സൈഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഡെയ്മണ്ട് ശ്രമങ്ങളാണ്. പക്ഷെ ഒരു തരത്തിലും അവർ വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് നമ്മളെല്ലാവരും വിചാരിച്ചത് ഡെയ്മണ്ട് ഇപ്പൊ അവരെ കരിച്ചു കൊല്ലുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല മൂപ്പർ ചെയ്തത്. കാരണം മൂപ്പർക്ക് അവരെ കണ്ട ആവശ്യമുണ്ട്. സോ വ്യക്തമായിട്ട് അവർ ജീവനോടെ തന്നെ വിട്ടു. ആൻഡ് എപ്പിസോഡ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ പിന്നീട് പറയുന്നുണ്ട് അവർ പേടി കാരണം ബ്രാക്കൻസും ബ്ലാക്സിന്റെ കൂടെ വന്നു എന്നുള്ളത്. അതിന്റെ ആഫ്റ്റർ മാച്ചായിട്ടും കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമുക്ക് പിന്നീട് പറയാം. ദെൻ തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് എത്തിയാൽ മൈസേരിയയും റെനേറിയയും തമ്മിൽ എന്തൊക്കെയോ പ്ലോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ അതിന്റെ ബാക്കിയായിട്ട് മൈസേരിയ ഒരാളെ കിങ്സ് ലാൻഡിങ്ങിലേക്ക് വിടുന്നുണ്ട്. അങ്ങനെ മൈസേരിയുടെ വാക്കും കേട്ട് പോകുന്ന ഒരു ക്യാരക്ടറാണ് എലിൻഡ. ഈ എലിൻഡ പണ്ട് കിങ്സ് ലാൻഡിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു ഹാൻഡ് മെയ്ഡൻ ആയിരുന്നു. സോ ആ ഒരു ക്യാരക്ടറിന് കിങ്സ് ലാൻഡിങ്ങിലെ ഇൻ ആൻഡ് ഔട്ട് എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ അറിയായിരിക്കാം. സോ ആ ഒരു ക്യാരക്ടർ നേരെ പോയി കാണുന്നത് ഡയാൻ എന്നൊരു ക്യാരക്ടറിനാണ്. ഈ ക്യാരക്ടർ കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കണ്ടതാണ്. റെഡ് കീപ്പിലെ ഹാൻഡ് മെയ്ഡൻ ആയിരുന്നു ഈ ഒരു ഡയാൻ എന്നൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിനെ കഴിഞ്ഞ സീസണിൽ ഏഗോൺ റേപ്പ് ചെയ്ത് നമ്മൾ കണ്ടിരുന്നു. ആൻഡ് ഇതിന് തുടർച്ചയായിട്ട് എലിസന്റ് ഡയാനെ ഹാൻഡ് മെയ്ഡനിൽ നിന്നും പിരിച്ചുവിടുന്നൊക്കെ നമ്മൾ കണ്ടു. ഒരുപക്ഷെ അതിന്റെ ആഫ്റ്റർ മാച്ച് ആയിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും മെയ്സേറി പ്ലോട്ട് ചെയ്യുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അടുത്ത സീസണിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. ചിലപ്പോൾ ഒരുപക്ഷെ ഏഗോണിന്റെ മകൻ ആ ഒരു ക്യാരക്ടറിന്റെ കൂടെ ഉണ്ടാവാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏഗോണിന് ശേഷമുള്ള ഒരു സക്സസർ കൂടിയാണ് ആ ഒരു ക്യാരക്ടർ. സോ ഏഗോണിന്റെ അടുത്ത ഹെയർ ആയിട്ട് അല്ലെങ്കിൽ അടുത്ത റീജന്റ് ആയിട്ടാണ് ഇപ്പോൾ എയ്മണ്ട് വർക്ക് ചെയ്യുന്നത്. സോ ഒരു ബാസ്റ്റഡ് സൺ ഉണ്ടെന്ന് കണ്ടാൽ അവിടെയും കുറെ ഇന്റേണൽ ക്ലാഷുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. നമുക്ക് അറിയില്ല, അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് അറിയുള്ളൂ. സോ അതുകൊണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഇത് കഴിഞ്ഞ് റെനേറിയും ബെയിലെയും നമ്മൾ സംസാരിക്കുന്നത് കണ്ടു. അവിടെ വെച്ച് റെനേറിയ തന്റെ ഇന്റൻഷൻ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ് ബെയിലെയും കോർലിസ് വലേറിയനും കൂടി സംസാരിക്കുന്ന സീക്വൻസുകൾ നമുക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ റെനേറിയെ ബ്ലെയിം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് കോർലിസ്. പക്ഷേ പിന്നീട് അടുത്ത ഹാൻഡ് ഓഫ് ദി ക്യൂൻ ആവാൻ വേണ്ടി കോർലിസ് തയ്യാറാവുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് മുന്നോട്ട് പോയത്. ദെൻ പിന്നീട് ഹാരൻഹെല്ലിൽ വെച്ച് ഡെയ്മൺ വേറൊരു ക്യാരക്ടറായിട്ട് ഇന്ററാക്ട് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഈ ഒരു ക്യാരക്ടർ ആരാന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നില്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആലിസ് റിവേഴ്സ് എന്ന ക്യാരക്ടറായിട്ട് ഡെയ്മൺ സംസാരിക്കുന്ന സമയത്ത് ഡെയ്മണിന്റെ അമ്മയെ പറ്റി വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്. അമ്മ ഇതുവരെ കണ്ടിട്ടില്ല, അമ്മ ആരാന്ന് അറിയില്ല എന്നൊക്കെ. കാരണം ഈ ഡെയ്മൺ ജനിച്ച ചെറുപ്പത്തിൽ തന്നെ അമ്മ മരിച്ചിരുന്നു. ഡെയ്മൺ അമ്മയെ ഡയറക്റ്റ് ആയിട്ട് കണ്ടിട്ടില്ല. ഒരു പക്ഷെ ഡെയ്മണിന്റെ ഈ ഡ്രീമിൽ കാണിച്ച ഈ ഒരു ക്യാരക്ടർ ഡെയ്മണിന്റെ അമ്മ തന്നെ ആവാം. അതിനുള്ള വ്യക്തത ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ ഒരു പക്ഷെ പറയുന്നുണ്ടാവുള്ളൂ. ദെൻ ഇത് കഴിഞ്ഞ് കാണിച്ചത് കിങ്സ് ലാൻഡിങ്ങിലുള്ള ഗ്രീൻ കൗൺസിലാണ്. സോ ഈ ഗ്രീൻ കൗൺസിലാണ് ഈ ഒരു എപ്പിസോഡിന്റെ പേര് തന്നെ ഡിഫൈൻ ചെയ്തത്. കാരണം റിയേജന്റ് അടുത്ത് ആരാണെന്നുള്ളതാണ്. ആ കൗൺസിൽ മീറ്റിംഗിൽ കൂടുമ്പോൾ എലിസന്റിന്റെ സപ്പോർട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എയ്മണ്ടിന്റെ സപ്പോർട്ടായിരുന്നു. ഡയറക്റ്റ് ആയിട്ട് എയ്മണ്ട് വന്നിരുന്ന് രാജാവായി. ഈ സമയത്ത് എലിസന്റിന് മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു ഷോട്ട് ഉണ്ട്, ഒരു വൺ ഷോട്ട് സാധനം ഇഡിലായിരുന്നു. കാരണം ആ ഒരു ഒറ്റ ഷോട്ടിൽ തന്നെ ആ ഒരു ക്യാരക്ടർ ഇതുവരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സാധനങ്ങളും വ്യക്തമായിട്ട് ആ ഒരു ക്യാരക്ടറിന്റെ കണ്ണിൽ നിൽക്കുന്നുണ്ട്. എവിടെ മുതൽ എവിടം വരെ വന്നതാണ്, എന്തൊക്കെ സഫർ ചെയ്താണ്, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈഗോണ് ആ ഒരു ക്യാരക്ടർ രാജാവാക്കിയത്. അതിനുവേണ്ടി ആ ഒരു ക്യാരക്ടർ സ്വന്തമായിട്ട് എന്തൊക്കെ ഈവൻ ഓട്ടോ ഹൈറ്ററിനെ അടക്കം സ്വന്തം അച്ഛനെ അടക്കം മള്ളി പറയേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിന് ഈ ഒരു അവസ്ഥയിലേക്ക് ഈഗോനെ കൊണ്ടുവരാൻ. പക്ഷെ ഒരൊറ്റ നിമിഷം കൊണ്ടാണ് ഇതെല്ലാം തന്നെ എയ്മണ്ട് തട്ടിയെടുത്തത്. തന്റെ വാക്ക് ആരും കേൾക്കുന്നില്ല എന്ന ഒരു മോഡിലാണ് എലിസൺ ഹൈറ്റവർ. ഇതിനു ശേഷം പിന്നെയും ഹ്യൂ ഹാമറിനെ കാണിക്കുന്നുണ്ട്. ഹ്യൂ ഇനി വരാനിരിക്കുന്ന എപ്പിസോഡുകളൊക്കെ ഒരു വലിയ കാര്യം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. സോ അത് സ്പോയിലർ ആവും, അതുകൊണ്ട് മാത്രമാണ് ഞാനോട് പറയാത്തത്. ഒരു പക്ഷെ കുറെ പേർക്കൊക്കെ അറിയുന്നുണ്ടാവാം. ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരൽ മാത്രമാണ് ഇപ്പോൾ. ആൻഡ് എയ്മണ്ട് റിയേജന്റ് ആയ സമയത്ത് തന്നെ കിങ്സ് ലാൻഡിങ്ങിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കിങ്സ് ലാൻഡിങ് കംപ്ലീറ്റ് ആയിട്ട് ഷട്ട് ഡൗൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്നത്. കാരണം ആൾക്കാർ കൂട്ടമായിട്ട് കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് പലായനം ചെയ്യുന്ന കാര്യം മനസ്സിലാക്കിയപ്പോൾ എല്ലാ ഗേറ്റ്സും അടച്ച് കംപ്ലീറ്റ് ബ്ലോക്കേഡ് ഉണ്ടാക്കുകയാണ്. ഓൾറെഡി അവിടെ പട്ടിണിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാം തന്നെ പലായനം ചെയ്ത് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചത്. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ട്വിൻസിലേക്കാണ്. അവിടെ വെച്ച് ജെയ്സ് ഫ്രൈസിനോട് സംസാരിക്കുന്ന സീക്വൻസ് കാണിക്കുന്നുണ്ട്. ഈ ഫ്രൈസ് ഏതാണ് ഫാമിലി എന്നുള്ളത് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് കണ്ട എല്ലാവർക്കും തന്നെ ഓർമ്മയുണ്ടാവും. റിവർലൻസിലാണ് ഈ ഒരു ഫ്രൈസിന്റെ ഫാമിലി. അവിടെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണ് ഈ ട്വിൻസ്. അതൊരു ബ്രിഡ്ജാണ് രണ്ട് തമ്മിൽ കണക്ട് ചെയ്തത്. ഇപ്പൊ നോർത്തിൽ നിന്ന് കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരണമെങ്കിൽ ഇതിൽ കൂടെ പാസ് ചെയ്താൽ വളരെ പെട്ടെന്ന് എത്താം. അതിന്റെ ഉപയോഗങ്ങളൊക്കെ ഗെയിം ഓഫ് ത്രോൺസിൽ നമ്മൾ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതിനകത്ത് വെച്ച് ഒരുപാട് വലിയ ഇവന്റ്സ് ഗെയിം ഓഫ് ത്രോൺസിൽ നടന്നിട്ടുണ്ട്. റെഡ് വെഡിങ് മുതൽ പല കാര്യങ്ങൾ. സോ ഫ്രൈസ് ഫാമിലിനെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബ്ലാക്സ് നടത്തുന്ന ശ്രമങ്ങളായിരുന്നു അവിടെ കണ്ടത്. ആൻഡ് ഒരു പരിധി വരെ ജെയ്സ് അതിൽ വിജയിക്കുകയും ചെയ്തു. ഞാൻ ഇത് കഴിഞ്ഞ് തിരിച്ച് ഹാരൻഹെല്ലിലേക്ക് പോയാൽ അവിടെ വെച്ച് ഡെയ്മൺ ടാർഗേറിയനെ കുറച്ച് ആൾക്കാർ വന്ന് കാണാൻ വരുന്നുണ്ടായിരുന്നു. ഇത് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക്വുഡ്സും ബ്രാക്കൻസും തമ്മിൽ ഓൾറെഡി പ്രശ്നമുണ്ട്. അതിൽ ബ്രാക്കൻസിനെ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഡെയ്മൺ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിച്ചത്. അങ്ങനെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിയ ബ്രാക്കൻസിനെ കൂടി ബ്ലാക്ക്വുഡ്സ് ടാർഗേറിയൻസിന്റെ പേരിൽ വന്ന് റെയ്ഡ് ചെയ്ത് അവരുടെ സ്ത്രീകളെയും കുട്ടികളൊക്കെ എടുത്തിട്ട് പോയി അവരെല്ലാം തന്നെ കൊള്ളയടിച്ചു എന്നാണ് ഇപ്പോൾ ബ്രാക്കൻസ് വന്ന് പരാതി പറയുന്നത്. ആൻഡ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരിക്കലും ഡെയ്മണ്ട് കൂടെ സപ്പോർട്ടിനായിട്ട് അവർ ഉണ്ടാവില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ടാണ് അവർ അവിടെ നിന്ന് പോകുന്നത്. സോ വിചാരിച്ച പോലെയൊന്നുമല്ല, എല്ലാം ഇപ്പോൾ ഡെയ്മണ്ട് കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ ഏറ്റവും അവസാനം ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നത് ഡ്രാഗൺ സീഡ്സിനെ പറ്റി പറഞ്ഞുകൊണ്ടായിരുന്നു. സോ കഴിഞ്ഞ എപ്പിസോഡുകളിൽ തുടങ്ങി അല്ലെങ്കിൽ ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ തൊട്ടേ ഞാൻ പറയുന്നുണ്ട് ഡ്രാഗൺ സീഡ്സ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് സാധനങ്ങളിൽ ഒന്നാണ് ഈ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ. കാരണം ഡ്രാഗൺ സ്റ്റോണിൽ ഒരുപാട് റൈഡർലെസ് ആയിട്ടുള്ള ഡ്രാഗൺസ് ഉണ്ട്. ഇവൻ കഴിഞ്ഞ സീസണിൽ നമുക്ക് അവസാനം കാണിച്ച വെർമിത്തോർ
നടക്കുന്നുണ്ട്. സോ വാഗാർ പോലെയുള്ള അത്രയും വലിയ ഡ്രാഗൺ ഓപ്പോസിറ്റ് നിൽക്കാൻ വേണ്ടി പറ്റുന്ന ഡ്രാഗൺസ് ഓൾറെഡി ബ്ലാക്സിന്റെ കയ്യിൽ ഉണ്ടെങ്കിലും പക്ഷെ തൊടാൻ പറ്റില്ലായിരുന്നു ഡ്രാഗൺ റൈഡേഴ്സ് ഇല്ലാത്തത് കൊണ്ട്. സോ അങ്ങനെയുള്ള ഡ്രാഗൺ റൈഡേഴ്സിനെ അന്വേഷിച്ച് ഇവർ ഇറങ്ങാൻ പോകുന്ന സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചത്. സംഭവം ടാർഗറിയൻസ് ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നു വലേറിയൻ ബ്ലഡ് ഉള്ളവർക്ക് മാത്രമേ ഡ്രാഗൺ റൈഡേഴ്സ് ആവാൻ പറ്റുള്ളൂ എന്നാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇവർ ഇൻസെസ്റ്റ് കസ്റ്റം ഫോളോ ചെയ്യുന്നതും ടാർഗറിയൻസിന്റെ ഇടയിൽ തന്നെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ ടാർഗറിയൻസ് വലേറിയൻസ് തമ്മിൽ മാത്രം റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത് ഈ ഒറ്റ കാരണം കൊണ്ട് തന്നെയായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഈ സീക്വൻസിലൂടെ ഇവർ സ്വയം മനസ്സിലാക്കി എടുക്കുന്നത് ഈ ഒരു വലേറിയൻ ബ്ലഡ് ഡയറക്റ്റ് ആയിട്ട് ഉണ്ടായി മാത്രം പോരാ, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടെങ്കിലും അതായത് ബാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഡ്രാഗൺസിനെ ടൈം ചെയ്യാൻ ഒരു പക്ഷെ പറ്റിയേക്കാം എന്നതിനെ പറ്റിയാണ് ഇവരിവിടെ ചർച്ച ചെയ്യുന്നത്. അതിനെ പറ്റിയുള്ള ഒരുപാട് സ്ക്രോൾസ് ആരൊക്കെ മക്കളായിരുന്നു, ആർക്കൊക്കെ വേറെ എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഒരു പക്ഷേ എല്ലാ തരത്തിലുള്ള വിവരങ്ങളും ഡ്രാഗൺ സ്റ്റോറിൽ ഒരു പക്ഷേ ഉണ്ടാവാം. ഒരു പക്ഷേ അവിടെയുള്ള സ്ക്രോളുകളിലൊക്കെ തന്നെ വ്യക്തമായിട്ട് അത് കൊടുത്തിട്ടുണ്ടാവും. ആൻഡ് ഈ ഒരു കാര്യം വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലായാൽ ഈ പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ബ്ലാക്സിന് അത് വലിയൊരു മേൽക്കൈയാവും. കാരണം ഈ ടൈം ചെയ്യാത്ത ബാക്കിയുള്ള ഡ്രാഗൺസിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഡ്രാഗൺ സീഡ്സിനെ വെച്ച് ടൈം ചെയ്യാം. ഡ്രാഗൺ സീഡ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ടാർഗറിയൻ അല്ലെങ്കിൽ വലേറിയൻ ബാസ്റ്റേഴ്സ്. അവരെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഒരുപക്ഷെ അടുത്ത എപ്പിസോഡിലായിരിക്കും കാണിക്കുക. ഓൾറെഡി കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ തന്നെ ഉൾഫ് വൈറ്റ് എന്നൊരു ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ അനുസരിച്ച് ഒരു ഡ്രാഗൺ സീഡാണ്. സോ ഇത്തരത്തിലുള്ള ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ ഡ്രാഗണെ റൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അവരെങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. സോ മൊത്തത്തിൽ കഴിഞ്ഞൊരു എപ്പിസോഡിന്റെ ആ ഒരു വലിയ ബാറ്റിലിന്റെ ആഫ്റ്റർ മേത്ത് ആണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചത്. ആൻഡ് അത് ആ ഒരു പേസിംഗ് കുറയ്ക്കാൻ വേണ്ടി ഒന്ന് ചവിട്ടി തന്നെയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലും ഡ്രാഗൺസിനെ കാണിച്ചാൽ രസം ഉണ്ടാവില്ല, നമുക്ക് ഓൾറെഡി അറിയാം, ഇതിന്റെ പ്രൊഡ്യൂസേഴ്സും പറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇങ്ങനെ ഇതിനെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അടുത്ത 1-2 എപ്പിസോഡ് കഴിഞ്ഞിട്ടായിരിക്കും ഇനി അടുത്ത വലിയ ബാറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ഡ്രാഗൺ സീക്വൻസുകളൊക്കെ തന്നെ നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷെ മൊത്തത്തിൽ ആ ഒരു ഇന്റേണൽ പൊളിറ്റിക്സും ഇന്റേണൽ കോൺഫ്ലിക്ട്സും നല്ല രീതിയിൽ ബിൽഡ് ചെയ്തെടുക്കാനും ആ ഒരു ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഇവർക്ക് ഈ ഒരു എപ്പിസോഡിൽ പറ്റിയിരുന്നു. സോ ഈ ഒരു എപ്പിസോഡിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. ആൻഡ് അടുത്ത എപ്പിസോഡിന് എക്സ്പ്ലനേഷനിൽ കാണാം.